5 മന്ത്രിമാർ ഉറപ്പായതോടെ മുസ്ലിം ലീഗിൽ മന്ത്രിസ്ഥാനം സംബന്ധിച്ച ചർച്ചകളാണിപ്പോൾ സജീവം. PK കുഞ്ഞാലിക്കുട്ടി, PK ബഷീർ, KM ഷാജി, N ഷംസുദ്ദീൻ എന്നിവർ മന്ത്രിസഭയിലുണ്ടാകും. 5ാം മന്ത്രിസ്ഥാനത്തിനായി 3 ജില്ലകൾ അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ട്. തെക്കൻ ജില്ലകളുടെ പ്രതിനിധിയായി കളമശ്ശേരിയിൽ നിന്ന് വിജയിച്ച വി അബ്ദുൽ ഗഫൂറിനെ പരിഗണിച്ചേക്കും. മന്ത്രിമാരെ തീരുമാനിക്കാൻ ലീഗ് സംസ്ഥാന നേതൃയോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകാൻ ചേരുന്നത്. ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഈ തെരഞ്ഞെടുപ്പിൽ UDF വിജയത്തിൽ നിർണായക പങ്കുവഹിച്ച മുസ്ലിം ലീഗ്, VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നതിൽ നിർണായക നിലപാടെടുത്ത മുസ്ലിം ലീഗ് 5ാം മന്ത്രിസ്ഥാനം ഉറപ്പിക്കുമ്പോൾ 4 മന്ത്രിമാരുടെ കാര്യത്തിൽ തീരുമാനമാകുന്നു. 5ാം മന്ത്രി ആരെന്നുള്ള ചോദ്യമാണ് ഇനി. ശ്രുതി ഷിഹാസ്, ലീഗിനെ സംബന്ധിച്ച് 2011 ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് അവർക്ക് 5ാം മന്ത്രിസ്ഥാനം കിട്ടുന്നത്. ഇപ്പോൾ അതൊരു കോട്ടയായി തന്നെ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. 22 MLA-മാരുള്ള ലീഗിന് 5 മന്ത്രിമാരുണ്ടാകും എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഇനി ആരൊക്കെയാണ് മന്ത്രിമാർ എന്നുള്ള കാര്യത്തിലാണ് ലീഗിൽ ചെറിയൊരു ആശങ്ക നിലനിൽക്കുന്നത്. തർക്കം എന്ന് പറയാൻ സാധിക്കില്ല. ആ കാര്യത്തിൽ പലരും അവകാശവാദം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ കൂടി PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം മന്ത്രിസഭയിൽ ഉണ്ടാകുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. അദ്ദേഹം വ്യവസായ വകുപ്പും IT വകുപ്പും തന്നെ പഴയ പോലെ കൈകാര്യം ചെയ്തേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. PK ബഷീറാണ് മറ്റൊരു മന്ത്രിയാവാൻ സാധ്യതയുള്ള വ്യക്തി. അദ്ദേഹം 3 തവണ ഏറനാടിൽ നിന്ന് ജയിച്ചു കയറിയ MLA ആണ്, ജനകീയ MLA ആണ്. നിയമസഭയിലൊക്കെ കത്തിക്കയറി സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ്. അദ്ദേഹം പൊതുമരാമത്ത് വകുപ്പ് കൈകാര്യം ചെയ്തേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ KM ഷാജിയാണ് ലീഗിന്റെ മറ്റൊരു മുഖമായിട്ടുള്ള, മലബാറിന്റെ കോഴിക്കോട്ടിന്റെ മുഖമായിട്ടുള്ള KM ഷാജിയാണ് മറ്റൊരു നേതാവ്. അദ്ദേഹം തദ്ദേശ സ്വയംഭരണം കൈകാര്യം ചെയ്യുന്ന മന്ത്രിയായിരിക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റൊരു ഉറപ്പായ പേര് N ഷംസുദ്ദീന്റെ പേരാണ്. വിദ്യാഭ്യാസ വകുപ്പായിരിക്കും അദ്ദേഹം കൈകാര്യം ചെയ്യുക. മണ്ണാർക്കാട് MLA ആണ്. ആബിദ് ഹുസൈൻ തങ്ങളുടെ പേര് വെട്ടിപ്പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5ാം മന്ത്രി ഉണ്ടെങ്കിൽ 3 ജില്ലകൾ ഉണ്ടെങ്കിലല്ല, 5ാം മന്ത്രി ഉണ്ട്, പക്ഷേ 3 ജില്ലകൾ അതിനുവേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു. കാസർഗോഡ് നിന്ന് AKM അഷ്റഫ്, കാസർഗോഡിനും കണ്ണൂരിനും വേണ്ടി ഒരു മന്ത്രി എന്നാണ് അവകാശവാദം. കോഴിക്കോട് ജില്ലയിൽ വലിയ ഭൂരിപക്ഷവും വലിയ നേട്ടവും ഉണ്ടാക്കിയ കോഴിക്കോട് ജില്ലയിൽ നിന്നൊരു മന്ത്രി വേണം എന്നാവശ്യമുണ്ട്. പാറക്കൽ അബ്ദുള്ളയും റസാഖ് മാഷും PK ഫിറോസ് ഒരു യുവമുഖം എന്ന രീതിയിൽ അദ്ദേഹവും മന്ത്രിസ്ഥാനത്തിന് വേണ്ടി അവകാശവാദവുമായി രംഗത്തുണ്ട്. ഒപ്പം സൗത്ത് കേരള, അതായത് തെക്കൻ ജില്ലകൾക്ക് വേണ്ടി ഒരു മന്ത്രി എന്ന രീതിയിൽ കളമശ്ശേരിയിൽ നിന്ന് ജയിച്ച, കന്നി അംഗത്തിലാണ് ജയിച്ചത്, ഇബ്രാഹിം കുഞ്ഞ് എന്ന് പറയുന്ന മുൻ മന്ത്രിയുടെ മകനാണ്. വി അബ്ദുൽ ഗഫൂറിനൊരു ക്ലെയിമുണ്ട്. ഒരുപക്ഷെ വി അബ്ദുൽ ഗഫൂറിലേക്ക് കാര്യങ്ങൾ പോയേക്കാം. കാരണം ലീഗിന് തെക്കൻ ജില്ലയിൽ ഒരു പ്രാതിനിധ്യം വേണം എന്നവർക്കുമുണ്ട്. അതുകൊണ്ട് വി അബ്ദുൽ ഗഫൂർ മന്ത്രിയാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ 5ാം മന്ത്രി ഉണ്ടാവുകയാണെങ്കിൽ 5ാം മന്ത്രിക്ക് നഗരാസൂത്രണം എന്ന വകുപ്പ്, നേരത്തെ മഞ്ഞളാംകുഴിയൊക്കെ അലി കൈകാര്യം ചെയ്ത വകുപ്പാണ്, ആ വകുപ്പ് കിട്ടിയേക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5 മന്ത്രിമാർക്ക് പുറമെ ഒരു ക്യാബിനറ്റ് റാങ്ക് കൂടി ഭാവിയിൽ ആവശ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്. MK മുനീറിനെ പോലെ ഒരു മുതിർന്ന നേതാവ് പുറത്തു നിൽക്കുമ്പോൾ അദ്ദേഹം മത്സരിക്കാത്ത സാഹചര്യത്തിൽ അദ്ദേഹത്തെ അക്കോമഡേറ്റ് ചെയ്യാനുള്ളൊരു പൊസിഷൻ ലീഗ് ആവശ്യപ്പെടാനുള്ള സാധ്യത മുന്നിൽ കാണുന്നു. തീർച്ചയായിട്ടും. എന്തായാലും 5ാം സ്ഥാനം വരുമ്പോൾ അതിൽ 3 ജില്ലകളാണ് അവകാശവാദം ഉന്നയിക്കുന്നത്. ഇന്നിപ്പോൾ തീരുമാനിക്കാൻ ലീഗ് സംസ്ഥാന നേതൃയോഗം തിരുവനന്തപുരത്ത് ചേരുകയും ചെയ്യുന്നുണ്ട്. VS രഞ്ജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.